ബ്ലൂ വാട്ടർ അക്വേറിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഫ്രഷ് വാട്ടർ അക്വേറിയത്തിലെ മീനുകൾക്കുണ്ടാകുന്ന 10 വിധ രോഗങ്ങളെക്കുറിച്ചാണ്. മീനുകൾക്കുണ്ടാകുന്ന പലവിധ രോഗങ്ങൾ, അത് തിരിച്ചറിയുക, അതിനെ തടയുക, ചികിത്സിക്കുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഏകദേശം 10-ലധികം രോഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുകൊണ്ട് വീഡിയോ അല്പം വലുതായിരിക്കും. അതുകൊണ്ട് വീഡിയോ 2 പാർട്ടായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പാരസൈറ്റ് എന്ന് പറയുന്ന രോഗത്താൽ എഫക്റ്റഡ് ആയിരിക്കുന്ന മീനുകളെയാണ്. നിങ്ങളുടെ മത്സ്യത്തിന് എപ്പോൾ അസുഖം വരുമെന്നോ അവയ്ക്ക് എന്ത് രോഗം വരുമെന്നോ നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല. എന്നാൽ സാധാരണ രോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും പരിചയപ്പെടുന്നത് നല്ലതാണ്. അതിനാൽ അവ രോഗബാധിതരാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ ചികിത്സ ആരംഭിക്കാൻ കഴിയും. പ്രശ്നങ്ങൾ തിരിച്ചറിയാനും നേരത്തെ ചികിത്സ ആരംഭിക്കാനും കഴിയുന്നത് നിങ്ങളുടെ മത്സ്യത്തെ സംരക്ഷിക്കാനുള്ള മികച്ച അവസരം നൽകുന്നു. അക്വേറിയങ്ങൾ ശരിയായി പരിപാലിക്കുന്നവരുടെ അക്വേറിയങ്ങളിലും അസുഖമുള്ള മത്സ്യങ്ങളെ അപൂർവമായി കാണാം. ശരിയായ ജലരസതന്ത്രവും ശുദ്ധജലത്തിൻ്റെ ഗുണനിലവാരവും നിലനിർത്തുന്നതിലൂടെയും ഉയർന്ന നിലവാരമുള്ള മത്സ്യഭക്ഷണങ്ങളും നൽകുന്നതിലൂടെയും മത്സ്യത്തിന് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയും അനുയോജ്യമായ ടാങ്ക് ഇണകളും നൽകുന്നതിലൂടെയും മിക്കവാറും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാനാകും. രോഗങ്ങളെ എങ്ങനെ തടയാമെന്നും അതുപോലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാകാതെ വരുന്നതിന് മുമ്പ് തിരിച്ചറിയാനും ചികിത്സിക്കാനും കഴിയുന്നത് നിങ്ങളുടെ അക്വേറിയത്തിൽ വർഷങ്ങളോളം നിങ്ങളുടെ മത്സ്യത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് സഹായകമാണ്. രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി സാധാരണ മത്സ്യരോഗങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നറിയേണ്ടതിന് വീഡിയോ തുടർന്ന് കാണുക. ആങ്കർ വാംസ് ലക്ഷണങ്ങൾ. രോഗം ബാധിച്ച മത്സ്യം വസ്തുക്കളെ ഉരസുകയും വളരെ വേഗത്തിൽ നീന്തുകയും ചെയ്യും. മത്സ്യത്തിൻ്റെ തൊലിയിൽ നിന്ന് വെളുത്ത പച്ചമയമുള്ള ഒരു നൂല് പോലെ ഒരു പുറന്തള്ളൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എഫക്റ്റഡ് ആയിട്ടുള്ള പോയിന്റുകളിൽ വീക്കം കൊണ്ട് പ്രത്യേകം തിരിച്ചറിയാനും നമുക്ക് കഴിയും. രോഗകാരണം. രോഗബാധിതമായ മത്സ്യങ്ങളെ നാം അറിയാതെ അക്വേറിയത്തിലിടുമ്പോൾ ചെറിയ ആങ്കർ വാമുകൾ മത്സ്യത്തിൻ്റെ തൊലിയിൽ പ്രവേശിച്ച് പേശികളിലേക്ക് തുളച്ച് പ്രവേശിക്കുകയും അവിടെ മുട്ടയിട്ട് പെരുകുകയും ചെയ്യുന്നു. അവ നശിക്കുന്നതിന് മുമ്പ് അണുബാധയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. ചികിത്സാരീതി. ആങ്കർ വാംസിനെ ശാരീരികമായി നീക്കം ചെയ്യുക എന്നതാണ് പ്രായോഗികമായ ഒരു ചികിത്സാരീതി. അയോഡിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക എന്നിവയാണ് മറ്റൊരു സാധാരണ രീതി. അയഡിൻ ചേർക്കാത്ത ഉപ്പ് ഉപയോഗിക്കുന്നതും വളരെ ആശ്വാസം നൽകുന്നതാണ്. എന്നാൽ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സീറോ കോസ്റ്റ് മെഡിസിൻ എന്ന പേരിൽ ഒരു വീഡിയോ ഉടനെ അപ്ലോഡ് ആകുന്നതാണ്. ആ വീഡിയോയിൽ അയഡിൻ ചേർക്കാത്ത ഉപ്പ് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. അടുത്ത രോഗമാണ് ബോഡി ഫ്ലൂക്സ്. ലക്ഷണങ്ങൾ. രോഗം ബാധിച്ച മത്സ്യം വസ്തുക്കളിൽ ശരീരം ഉരസുക, ഗില്ലുകളെയോ ശരീരത്തെയോ മൂടുന്ന മ്യൂക്സ് പാളി അഥവാ കട്ടിയായ ഒരു പാട, അതുപോലെ ഗില്ലുകൾ അതിവേഗം ചലിപ്പിക്കുക, ഗിൽസ് അല്ലെങ്കിൽ ചിറകുകൾ മറ്റു മീനുകൾ തിന്നതായി തോന്നുക, ചുവന്ന ചർമ്മം, ഇതൊക്കെ രോഗലക്ഷണങ്ങളാണ്. രോഗകാരണം. ടാങ്കിലെ ഇക്കോസിസ്റ്റം മോശമാകുക, ജലത്തിൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെടുക, ടാങ്ക് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ മീനുകളെ സൂക്ഷിക്കുക, പരസ്പരം അഗ്രസീവായിട്ടുള്ള മീനുകളെ ഒരുമിച്ച് സൂക്ഷിക്കുക, ഇങ്ങനെ പല കാരണങ്ങൾ വിനാശകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. ഫ്ലൂക്കൾ പലപ്പോഴും അക്വേറിയങ്ങളിൽ കാണപ്പെടുന്നു, പക്ഷേ അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ദോഷകരമല്ല. സ്ട്രെസ് ആയിട്ടുള്ള സാഹചര്യം ഒഴിവാക്കുന്നത് പ്രതിരോധത്തിനുള്ള ഒരു താക്കോലാണ്. എന്നാൽ ഒരിക്കൽ രോഗം പിടിക്കപ്പെട്ടാൽ ഉടനടി ചികിത്സ വളരെ പ്രധാനമാണ്. ട്രീറ്റ്മെൻറ്റ്. പ്രാസിക്വൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ടെട്രാഗാർഡ് ഗാർഡ് ഫലപ്രദമാണ്. എന്നാൽ ഓരോ പ്രാവശ്യവും ശ്രദ്ധാപൂർവം നൽകണം. 10 ഗാലൻ ഒരു ടാബ്ലറ്റ് എന്ന കണക്കിൽ ആക്റ്റീവ് കാർബൺ നീക്കം ചെയ്തതിന് ശേഷം മെഡിസിൻ ഉപയോഗിക്കുക. ഓരോ 48 മണിക്കൂറിന് ശേഷം വീണ്ടും ഇത് ആവർത്തിക്കുക. ചികിത്സകൾക്കിടയിൽ ഭാഗികമായി ജലം മാറ്റാൻ മറക്കരുത്. ഒന്നിലധികം രോഗാണുബാധ സാധാരണമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ലൈഫ് ഗാർഡ് അല്ലെങ്കിൽ ഫംഗസ് ഗാർഡ് ഉള്ള പൊതുവായ മെഡിസിൻ ഇതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ചിറകുകൾ മറ്റു മീനുകൾ തിന്നതുപോലെ തോന്നുക, വളരെ വേഗം ശ്വാസോച്ഛ്വാസം ചെയ്യുക, പൊള്ളയായ വയറുള്ള വിളറിയ മത്സ്യം, ഇവയെല്ലാം തീവ്രമായ രോഗത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത രോഗമാണ് ക്ലാബ്ഡ് ഫിൻ. ലക്ഷണങ്ങൾ. ചിറകുകൾ ശരീരത്തിന് നേരെ മടക്കി വെച്ചിരിക്കുന്നു, അവ ആവശ്യാനുസരണം പുറത്തെടുക്കുന്നില്ല, നിസ്സംഗമായ പെരുമാറ്റം, ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. കാരണം. ഒരു പ്രത്യേക രോഗത്തെ സൂചിപ്പിക്കുന്നില്ല. ജലത്തിൻ്റെ ഗുണനിലവാരം മോശമാകുന്നത് അല്ലെങ്കിൽ പാരസൈറ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമാകാം. മത്സ്യത്തെ ശരിയായി ചികിത്സിക്കുന്നതിന് മുമ്പായി ആദ്യം രോഗം നിർണ്ണയിക്കേണ്ടത് പ്രധാനമാണ്. ട്രീറ്റ്മെൻറ്റ്. രോഗം അണുബാധയുടെ ഫലമാണെങ്കിൽ ടെട്രാ, ലൈഫ് ഗാർഡ് പോലെയുള്ള മൾട്ടിപർപ്പസ് ആൻറ്റിബയോട്ടിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. 1 ഗാലൻ വെള്ളത്തിൽ 1 സ്പൂൺ
അക്വേറിയം ഉപ്പ് എന്ന കണക്കിൽ ഉപ്പിട്ട് വെള്ളത്തിൽ കലക്കുന്നത് ക്ലോഫിഡ് ഫിൻ തടയാൻ സഹായിക്കും. അടുത്ത രോഗമാണ് ഡ്രോപ്സി. ലക്ഷണങ്ങൾ: മീനിൻ്റെ വയറ് വീർക്കുക, നീണ്ടു നിൽക്കുന്ന ചെതമ്പലുകൾ. കാരണം: വൃക്കകളിലെ ബാക്ടീരിയ അണുബാധ. ഇത് നീർക്കെട്ടിനും വൃക്ക സംബന്ധമായ പരാജയത്തിനു കാരണമാകുന്നു. ദുർബലമായ മത്സ്യങ്ങളിൽ മാത്രമാണ് ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. വൃത്തിഹീനമായ അക്വേറിയം അവസ്ഥയിൽ നിന്ന് ഇത് ഉണ്ടാകുന്നു. ട്രീറ്റ്മെൻറ്റ്: ടെട്രാ ലൈഫ് ഗാർഡ് ഇതിന് ഏറ്റവും അനുയോജ്യമായ ഒരു മെഡിസിനാണ്. ആക്റ്റീവ് ഫിൽട്ടർ കാർബൺ നീക്കം ചെയ്തതിന് ശേഷം UV അണുവിമുക്തമാക്കുക. ഓരോ 5 ഗാലൻ വെള്ളത്തിലും പ്രതിദിനം 1 ടാബ്ലറ്റ് വീതം ചേർക്കുക. 5 ദിവസം തുടർച്ചയായി ചികിത്സിക്കുക. ലക്ഷണങ്ങൾ മാറുന്നതുവരെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ചികിത്സകൾ വെല്ലുവിളി നിറഞ്ഞതാണ്. പതിവായി ജലം മാറ്റുക, അതുപോലെ പ്രതിരോധ പരിചരണം, അനുയോജ്യമായ അക്വേറിയം ഇക്കോസിസ്റ്റം നിലനിർത്തൽ, അക്വേറിയം സോൾട്ട് വെള്ളത്തിൽ കലക്കുക എന്നിവ ശുപാർശ ചെയ്യുന്നു. ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഇതിന് ഏറ്റവും നല്ലതാണ്. ഇതുപോലുള്ള ഉപകാരപ്രദമായ അനേക വീഡിയോകൾ ഞങ്ങളുടെ ചാനൽ ലഭ്യമാണ്. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.